നമുക്ക് ആരാധിക്കാം. സാംസ് 138 വായിക്കുന്നു. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അതെ, അവർ യഹോവയുടെ വഴികളെക്കുറിച്ച് പാടും, യഹോവയുടെ മഹത്വം വലിയതാവുന്നുവല്ലോ. നമ്മൾ ചേർന്ന് വായിക്കാം അടുത്തുള്ള വാക്യങ്ങൾ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും, എൻ്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, യഹോവേ നിൻ്റെ ദയ എന്നേക്കുമുള്ളത്, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. നമ്മുടെ കാര്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിലിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രവും ആരാധനയെ സ്തുതിയും അർപ്പിക്കുന്നു. ദൈവഭൃത്യന്മാർക്കും ദൈവസഭയ്ക്കുമുള്ള സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കട്ടെ. ദൈവസേനയിൽ കടന്നു വന്ന സമയം മുതൽ കേൾക്കുന്ന ഒരു പദമാണ് ഇന്ന് നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം, എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ നിഷ്കളങ്ക മനസ്സോടെ ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നെല്ലാമുള്ള വാക്കുകളാണ് നാം പ്രാരംഭം മുതൽ ഇവിടെ കേട്ടത്. ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്കും ആ പദം ഇങ്ങനെയാണ്: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ സങ്കീർത്തനമാണല്ലോ ഇത്. ആമേൻ ദാവീദ് തൻ്റെ ജീവിതാനുഭവങ്ങളിൽ ആമേൻ ദൈവത്തെ വാഴ്ത്തി ആരാധിക്കുമ്പോൾ ദാവീദിനറിയാം, ദൈവത്തെ മാത്രം ആശ്രയിച്ചാൽ, ദൈവം മാത്രം ആശ്രയമുള്ളവർക്ക് ആമേൻ നമ്മൾ വായിച്ച ആ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്കിൽ ഇങ്ങനെ കാണുന്നത്: തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. ആമേൻ യഹോവ എനിക്ക് വേണ്ടി ഒരു സമാപ്തി വരുത്തും. ആമേൻ അതുകൊണ്ട് യഹോവ എനിക്ക് വേണ്ടി വരുത്തുന്ന സമാപ്തി ആമേൻ ഉള്ളതുകൊണ്ട്, ആമേൻ ദൈവത്തിൻ്റെ ദയ നമ്മെ വിട്ടുമാറാതുള്ളത് കൊണ്ട് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പം ദൈവത്തിന് നാം സ്തോത്രം ചെയ്യുന്നത് ദൈവത്തിന് ദയ വിട്ടുമാറാതെ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണ സമാപ്തി, ആമേൻ ഒരു അനുഗ്രഹം അത് പ്രാപിച്ചെടുപ്പാൻ തക്കവണ്ണം ആണ് നാം ദൈവത്തെ എപ്പോഴും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പദമാണ് ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് ഞാനെടുത്ത് ധ്യാനിച്ച് വന്നത്. ദൈവസന്നിധിയിൽ നമുക്കത് വായിക്കാം. 7-ാം വാക്യം. ആമേൻ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ദാവീദ് വളരെ പ്രത്യാശയോടുകൂടി പറയുന്ന ഒരു വാക്കാണ്: ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നു പോയാലും നീ എന്നെ ജീവിപ്പിക്കും. ആമേൻ. ഒരുപക്ഷേ ജീവൻ ആമേൻ ക്ഷയിച്ചു പോയ അവസ്ഥ പോലെ, ആമേൻ മന്ദമായ അവസ്ഥ പോലെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ദാവീദ് പറയുകയാണ്: എന്നെ ജീവിപ്പിക്കുന്ന ആമേൻ ദൈവകൃപ ആമേൻ എൻ്റെ മേൽ അവിടുന്ന് പകരും. ആമേൻ. കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി, മരണ നിഴലിൻ്റെ താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോയാലും ആമേൻ അവിടെ ഞാൻ ഭയപ്പെടുകയില്ല. നീ എന്നെ ജീവിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ആമേൻ നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നാം നിന്നാൽ ദൈവം നമ്മെ ജീവിപ്പിക്കും. ആമേൻ. കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നു പോയാൽ, ഇപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒരുപാട് വാക്യങ്ങൾ, വചനങ്ങൾ കടന്നൊന്ന് എനിക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകം ആമേൻ 1-ാം അധ്യായം മുതൽ വെളിപ്പാടിൻ്റെ പുസ്തകം അവസാന അധ്യായം വരെയുമുള്ള ഒരു പദമാണ് കഷ്ടത എന്നുള്ള ആ പദം. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ ആണല്ലോ ആദ്യത്തെ കഷ്ടത എന്നുള്ള വാക്കുള്ളത്. സ്ത്രീയോട് ആമേൻ പറയുന്നു: നീ കഷ്ടതയോടുകൂടി ആമേൻ ഗർഭം ധരിക്കുമെന്ന്. പുരുഷനോട് പറയുന്നു: കഷ്ടതയോടുകൂടി നീ അഹോവൃത്തി കഴിക്കുമെന്ന്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്തോത്രം അപ്പോസ്തലൻ ആമേൻ പത്മോസ് എന്ന ദ്വീപിൽ കഷ്ടതയുടെ ഏറ്റവും വലിയ നടുവിൽ നിന്നിട്ട് ആമേൻ തൻ്റെ ആമേൻ ലേഖനങ്ങളെല്ലാം
അവിടെ എഴുതി പ്രത്യാശയോടുകൂടി നിൽക്കുന്നത് നാം അവിടെയും കാണുന്നുണ്ട്. അതിന് ഇടയ്ക്കുള്ള ഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ കഷ്ടതകൾ, ഒന്നിനു പുറകെ ഒന്നായി മരണത്തിൽ കൂടെ കടന്നുപോയ അവസ്ഥകൾ, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവങ്ങൾ, കഷ്ടതയിൽ കൂടി വന്ന ഭക്തന്മാർ എത്രയധികം പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരെ ഒന്നും ഇന്ന് തൽക്കാലം പരാമർശിക്കുന്നില്ല. ദൈവസന്നിധിയിൽ ഒരാളെ മാത്രമാണ് തൊട്ട് അല്പസമയം ചിന്തിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് മറ്റാരുമല്ല, നമ്മുടെ മൊർദെഖായിയാണ്. ദൈവത്തിന് സ്തോത്രം. മൊർദെഖായിയുടെ ജീവിതത്തിൽ വന്ന കഷ്ടത എന്താണ്? നമുക്കെല്ലാം അറിയാം. ഹാമാൻ്റെ മുൻപിൽ മൊർദെഖായി താൻ വണങ്ങിയില്ല എന്നുള്ള ഒറ്റ കുറ്റമാണ് മൊർദെഖായിയുടെ മുമ്പിൽ വന്ന വലിയ കഷ്ടത. ഹാമാൻ്റെ മുൻപിൽ മൊർദെഖായി വണങ്ങിയില്ല. അതാണ് മൊർദെഖായിയുടെ ജീവിതത്തിൽ വന്ന തെറ്റും വലിയ കഷ്ടതയും. എന്താ സംഭവിച്ചത്? ഹാമാൻ്റെ ഉള്ളിൽ ഒരു മോഹം വന്നു. എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും എന്നെ വണങ്ങണം. അപ്രകാരം വണങ്ങിയില്ലെങ്കിൽ ഞാൻ നശിപ്പിച്ച് കളയും. അപ്രകാരം ഒരു മോഹം ഹാമാൻ്റെ ഉള്ളിൽ വന്ന് ഹാമാൻ ഇങ്ങനെ രാജകൊട്ടാരത്തിൻ്റെ പടികൾ ഇറങ്ങി മുന്നോട്ട് വന്നപ്പോൾ പടിവാതിക്കൽ മൊർദെഖായി നിൽക്കുന്നു. മൊർദെഖായി തന്നെ കുമ്പിടുന്നില്ല, വിഷ് ചെയ്യുന്നില്ല. അതാണ് ഹാമാൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വിഷയം. ഹാമാൻ എന്ത് ചെയ്തു? നേരെ രാജാവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, രാജാവേ, ഒരു പ്രത്യേക സമുദായക്കാർ, ഒരു പ്രത്യേക ജാതിക്കാർ നമ്മുടെ പ്രമാണങ്ങളെ അനുസരിക്കുന്നില്ല. അപ്പോൾ രാജാവിന് തോന്നി, ഇതാരാണ് അങ്ങനൊരു ജാതി, ഒരു സമൂഹം, അങ്ങനൊരു സമൂഹമുണ്ട്. അപ്പം രാജാവിനോട് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഓക്കെ, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രാജാവിൻ്റെ കയ്യിലുള്ള മുദ്രമോതിരം എടുത്ത് ഹാമാൻ്റെ കയ്യിലേക്ക് കൊടുത്തു. മുദ്രമോതിരം എന്ന് പറഞ്ഞാൽ സീലുള്ള മോതിരം. അതൊരു അതോറിറ്റിയുടെ മോതിരമാണ്. അത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർഡറായി. നോക്കുക, രാജാവ് ഒരു ഓർഡർ ചെയ്യാൻ വേണ്ടി മോതിരം എടുത്ത് ഹാമാൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഹാമാൻ എന്ത് ചെയ്തു? മൊർദെഖായിക്കും മൊർദെഖായിയെക്കുറിച്ച് ഹാമാൻ അവിടെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, ഈ ഒരു ചെറിയ മനുഷ്യന് വേണ്ടി ഞാനൊരു ഓർഡർ ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത് ഇവനും ഇവൻ്റെ സമുദായത്തിനും ഇവനും ഇവൻ്റെ സഭയ്ക്കും വിരോധമായിട്ടായിക്കോട്ടെ എന്ന് ഹാമാൻ ഹൃദയത്തിൽ ചിന്തിച്ചു. ഹാമാൻ എന്താ ഹൃദയത്തിൽ ചിന്തിച്ചത്? മൊർദെഖായി ഒരു നിസ്സാര മനുഷ്യൻ, അവനെ മാത്രം എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? അതെനിക്കൊരു കുറവല്ലേ? നശിപ്പിക്കുകയാണെങ്കിൽ അവനെയും അവൻ്റെ സഭയെ നശിപ്പിക്കണം, നശിപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ വർഗത്തെ നശിപ്പിക്കണം. ആരാ വർഗം? നമുക്കറിയാം, ഇസ്രായേൽ, യഹൂദന്മാരെ മൊത്തം നശിപ്പിക്കാൻ വേണ്ടി ഹാമാൻ ഈ മുദ്രമോതിരത്തിൽ ഒരു വലിയ എഴുത്തെഴുതി. എവിടെ മുതലാണ് ഇത്? നമ്മുടെ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നീണ്ടുകിടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് അയച്ചു കൊടുത്തു ഓർഡർ, ഇവരെ നശിപ്പിച്ചു കളയണമെന്ന് പറഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഈ സംഭവം. മൊർദെഖായി ഈ വിവരം കേട്ടു. എന്ത് ചെയ്തു? മുഴങ്കാൽ ദൈവസന്നിധിയിൽ മടക്കി, രട്ടുടുത്തു, ചാരമെല്ലാം പൂഴിയെല്ലാം തലയിൽ കൂടെ വാരിയിട്ട് ഒരു ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദുഃഖത്തിലും നിരാശയിലും കണ്ണുനീരിലും വിലാപത്തിലും മൊർദെഖായി കിടന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ കരയുകയും നിലവിളിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് ഇത് കാണാതെ പോകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ദൈവം ഇവൻ്റെ കണ്ണുനീർ കണ്ടു, ഇവൻ്റെ വേദനകളെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. നോക്കുക, നേരെ എസ്തേർ ഈ സമയത്ത് രാജകൊട്ടാരത്തിലാണ്. എസ്തേറിനെ വിവരം അറിയിച്ചു. എസ്തേർ ദൈവ സാന്നിധ്യം ഏറ്റെടുത്തുകൊണ്ട് മൊർദെഖായിയോട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ സമൂഹം ഒരു 3 ദിവസം ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിക്കട്ടെ. ആ സമൂഹം ഒരു 3 ദിവസം ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിച്ചു. അങ്ങനെ അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ആ വിഷയത്തിന്മേൽ ഒരു വിടുതൽ പ്രാപിച്ചെടുത്തു. ദൈവത്തിന് സ്തോത്രം. നോക്കുക, കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും ദൈവം ജീവിപ്പിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പുസ്തകത്തിൽ ഞാൻ പരാമർശിച്ച ദൈവവാക്യങ്ങളിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാം അറിയാം സംഭവിച്ചതിൻ്റെ സമാപ്തി എന്താണ് സംഭവിച്ചത്? മൊർദെഖായി സ്തോത്രം അദ്ദേഹത്തെ കൊല്ലുവാൻ തക്കവണ്ണം ഉള്ള പദ്ധതിയെല്ലാം തയ്യാറാക്കി. ഈ പദ്ധതി തയ്യാറാക്കിയത് ഹാമാൻ്റെ മിസ്സസാണ്. ഹാമാൻ പോയിട്ട് മിസ്സസിനോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പം ഒരു കാര്യം ചെയ്യേ, 50 ക്യൂബിക് 50 മുഴം നീളമുള്ള ഒരു കഴുകുമരം ഉണ്ടാക്കി അവനെ തൂക്കിക്കളയാൻ വേണ്ടി പറഞ്ഞു. ഹാമാൻ്റെ മിസ്സസും അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ അതിനെ എഗ്രി ചെയ്തു.
അങ്ങനെ ഒരു കഴുകുമരവും എല്ലാം നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ് മൊർദെഖായിക്ക് വേണ്ടി. മറുഭാഗത്തെ കണ്ണുനീരും പ്രാർത്ഥനയും കരച്ചിലും നിലവിളിയും. നോക്കുക, ആമേൻ, ഒരു നിയമത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചതിനെ മറ്റൊരു നിയമം കൊണ്ട് അസാധുവാക്കുന്നതാണ് നമ്മുടെ കർത്താവ്. ഇന്ന് പകലൊരു പരിശുദ്ധാത്മാവുടെ ആലോചനയാണ്. ഒരു നിയമം കൊണ്ട് സാധൂകരിക്കുന്നതിന് പ്രാർത്ഥന കൊണ്ട് മറ്റൊരു നിയമം കൊണ്ട് അസാധ്യമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഏതെങ്കിലും നിയമത്തിൻ്റെ കെട്ടുകൾ നിങ്ങൾ കെട്ടുന്നുണ്ടെങ്കിൽ ഈ വചനം അവിടേക്ക് കടന്നു ചെന്ന് ആ ബന്ധനത്തെ അഴിച്ച് മാറ്റട്ടെ. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു നിയമം നിനക്ക് വേണ്ടി എഴുതുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്ത് സംഭവിച്ചു? ആമേൻ. ഒരു ഷണ്ണൻ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, അതെ, കഴുകുമരം ഒരുക്കി വെച്ചിട്ടുണ്ട് മൊർദെഖായിക്ക് വേണ്ടി. ആമേൻ. രാജാവ് പറഞ്ഞു, ആമേൻ, ആ കഴുകുമരത്തിൽ ഹാമാൻ തൂങ്ങട്ടെ എന്ന്. നോക്കിക്കേ, മാത്രവുമല്ല, ആ അധ്യായം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, അവൻ്റെ കയ്യിലുള്ള മോതിരത്തെ തിരികെ മേടിച്ചു. ഒന്ന്. രണ്ടാമതായിട്ട് ഹാമാൻ വലിയ പണ സമ്പാദ്യമുള്ള മനുഷ്യനാണ്, വലിയ കൊട്ടാരവും 10,000 താലന്ത് വെള്ളി വരെയാണ് ഓഫർ ചെയ്ത് രാജാവിന് വേണ്ടി. രാജാവ് പറഞ്ഞു, അത് അവിടെ ഇരിക്കട്ടെ എന്ന്. നോക്കുക, അത് അന്നത്തെ കാലത്തെ ധനവാനായ മനുഷ്യൻ്റെ മുഴുവൻ സ്വത്തും എസ്തേറിന് കൊടുപ്പാനിട വന്നു. നോക്കുക, ഒന്ന്, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അധികാരത്തെ തിരികെ മേടിച്ചു. രണ്ട്, അവൻ്റെ മുഴുവൻ സ്വത്തും സമ്പത്തും രാജാവ് തിരികെ മേടിച്ചു. മൂന്ന്, മൊർദെഖായിയെ മാനിച്ചത് എങ്ങനെയാണ്? സ്തോത്രം, രാജാവിൻ്റെ കൊട്ടാരത്തിലെ രണ്ടാമത്തെ പദവി എന്ന വണ്ണമുള്ള ഒരു പദവിയും കൂടെ മൊർദെഖായിക്ക് ദൈവം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നുപോയ ദൈവഭക്തനെ ദൈവം എപ്രകാരം മാനിച്ചു എന്നാണ് അതിലൂടെ നാം പഠിച്ചത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കഷ്ടത സ്തോത്രം, അത് ചെറുതാണ്. എന്നാൽ കഷ്ടത നടുവിൽ കൂടി പ്രവർത്തിക്കുന്ന ദൈവപ്രവൃത്തി അത് നമ്മെ എത്തിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവത്തിലാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ കൂടി കഷ്ടതയോ വേദനയോ ദുഃഖമോ ഭാരമോ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത നിലയിൽ എന്തെങ്കിലും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുവെങ്കിൽ ആ അസ്വസ്ഥതകളെ ചവിട്ടുകൊറ്റയിലേക്ക് വലിച്ചെറിഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവസേന നിങ്ങളുടെ ഹൃദയത്തെ പകരുക, ദൈവസേന നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവത്തെ നമ്മളെ അകറ്റുവാൻ തക്കവണ്ണം പലതരത്തിലുള്ള ഭൗതിക ലോകത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചേക്കാം. എന്നാൽ സ്തോത്രം, അതിനെയെല്ലാം ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തയ്യാറാണെങ്കിൽ, കരയാൻ തയ്യാറാണെങ്കിൽ, മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നീ വിളിച്ചപേക്ഷിക്കാൻ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ഞാൻ സ്തോത്രം എസ്തേറിൻ്റെ പുസ്തകം പഠിച്ച സമയത്ത് ഒരു 3-4 പ്രാവശ്യം രാജാവ് എസ്തേറിനോട് ചോദിക്കുന്നുണ്ട്, രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം. 2-3 പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ പകുതി ഞാൻ നിനക്ക് വേണ്ടി തരാം, നിനക്ക് ഞാൻ സമ്പത്ത് തരാം. രാജാവ് ചിന്തിക്കുന്നത് എസ്തേറിന് രാജ്യത്തിൻ്റെ പകുതിയോ സമ്പത്തോ അതാണ് വേണ്ടത് എന്നാണ് രാജാവ് ചിന്തിക്കുന്നത്. ലോകം അതാണ് ചിന്തിക്കുന്നത്. എന്നാൽ ദൈവഭക്തൻ എന്താണ് ചിന്തിക്കുന്നത്? രാജ്യത്തിൻ്റെ പകുതിയൊന്നും നമുക്ക് വേണ്ട, നമുക്കിതൊന്നും അല്ല ആവശ്യമുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ സമൂഹം അത് വിടുവിക്കപ്പെടണം, നമ്മുടെ സമുദായം വിടുവിക്കപ്പെടണം. വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൽ. അത് ഹാമാൻ്റെ ഭാര്യയോട് കാര്യങ്ങൾ പോയി ഹാമാൻ പറയുന്നുണ്ട്, അയ്യോ എല്ലാം പെട്ടുപോയി, സംഗതി തിരിഞ്ഞു വന്നു എന്ന് പറഞ്ഞപ്പം ആ സ്ത്രീ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്, അയ്യോ നിങ്ങൾ യഹൂദന്മാരോടാണോ ഈ കളിക്കുന്നത്? യഹൂദന്മാരോട് കളിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല, അത് നീ തന്നെയാണ്, നിനക്ക് തന്നെയാണ് പ്രശ്നം വരിക എന്ന് പറയുന്നുണ്ട്. ഒരു ഭയം അവിടെ വരുന്നുണ്ട്, യഹൂദന്മാരോട് കളിക്കല്ലെന്ന്. നോക്കുക, ഇന്നും യഹൂദന്മാരോട് ചിലരൊക്കെ അവിടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു വിഷയമല്ല ചിന്തിച്ചത്. നമ്മൾ ആത്മീയ യഹൂദന്മാരാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആത്മീയ ഇസ്രയേലാണ്. നമ്മൾ വിശുദ്ധ ജനമാണ്. ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. നമുക്ക് വിരോധമായിട്ട് ഒന്നും സംഭവിപ്പാൻ കർത്താവ് സമ്മതിക്കത്തില്ല എന്നാണ് അതിൻ്റെ ആത്മീയ അർത്ഥം. പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ ദൈവപൈതലായിട്ട് ദൈവത്തിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രതികൂലങ്ങളും വഴിമാറിപ്പോകും, എല്ലാ പ്രശ്നങ്ങളും വഴിമാറിപ്പോകും, എല്ലാ അസ്വസ്ഥതകളും നീങ്ങി മാറിപ്പോകും. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. ഭൂമിയിൽ വഴിയുണ്ട്, പാതാളത്തിൽ വഴികളുണ്ട്. എന്നാൽ ഇപ്പോൾ നീ മിണ്ടാതിരുന്നാൽ മറ്റൊരു വഴി ദൈവത്തിന് തുറക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, മൗനമായിരിക്കരുത്. മൗനമായിരിക്കരുത്.
ആമേൻ, തുറക്കേണ്ട സ്ഥലത്ത് വാ തുറക്കണം. ആമേൻ, പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ പ്രവർത്തിക്കണം. ആമേൻ, നിങ്ങളിലൂടെ തന്നെ ദൈവം ആ മഹത്വം ആമേൻ പൂർണ്ണമാക്കുവാൻ തക്കവണ്ണമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളിലൂടെ അത് വിജയം മുന്നോട്ട് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളിലൂടെ അത് മറികടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ മാറി നിന്നാൽ ദൈവത്തിന് മറ്റൊരു വഴി ഉണ്ടെങ്കിലും ആമേൻ, ആ വഴിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളിലൂടെ തന്നെ, നിങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് തന്നെ ആ വഴി പൂർത്തിയാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിക്കാം. അതെ, എന്നിലൂടെ ദൈവം അത് വിജയമാക്കിയെടുക്കുവാൻ, എന്നിലൂടെ ദൈവം അത് പൂർണ്ണമാക്കിയെടുക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസേന നമുക്കൊരു നിമിഷം സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അതെ, ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവം ഈ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവസേന ഇരിക്കുന്നു. ആമേൻ.